യേശു ക്രിസ്തു എന്ന മഹാദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം, വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയും 12-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ന്റെ 28-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു ക്രിസ്തു: ഇത് ദൈവകരങ്ങളാലാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന്. പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടിരുന്ന ആയതുമൂലം ശബ്ദവും കേൾവിയും നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം തൊട്ട് പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിമുക്തിയാക്കുകയും, കണ്ണ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജന്മനാ കുരുടനായിരുന്ന 2 പേരെ യേശു കരം തൊട്ട് സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. കുരുടരായ 2 മനുഷ്യർ യേശുവിനെ കേട്ടതുകൊണ്ട് അവന്റെ പിന്നാലെ പോയിക്കൊണ്ട്, ദാവീദിന്റെ പുത്രനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതിനെ തടസ്സം ചെയ്ത ശിഷ്യന്മാരെ വിലക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കൽ വീണ്ടും അന്ധരായ മനുഷ്യർ കടന്നു എന്ന് വീണ്ടും പറയുകയാണ്: ദാവീദിന്റെ പുത്രനായ യേശുവേ, കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് മഹാകാരുണ്യവാനായ ദൈവം തമ്പുരാൻ നിന്ന് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഞങ്ങൾക്ക് കാഴ്ച തരണമെന്ന് അന്ധരായ മനുഷ്യർ പറയുന്നു. യേശു അവനെ തൊട്ട് അവന് കാഴ്ച കൊടുത്തു. പ്രകാശമുള്ളവരായി യേശുവിൻ്റെ പിന്നാലെ പോയി. മനുഷ്യ ജീവിതത്തിലെല്ലാം പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടതായ, അതിൽ നിന്ന് ഉണ്ടാകുന്നതായ രോഗത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും തച്ചുടയ്ക്കുകയും മറ്റു രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ മഹാദൈവത്തിന് സാധ്യമാണെന്ന് ഓർപ്പിക്കുകയാണ്. ഏറ്റവും വലിയ അന്ധകാരം മനസ്സിൻ്റെ അന്ധകാരമാണെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം വിശുദ്ധനായ ഓഗസ്തീനോസ് എന്ന മഹാദൈവ സാക്ഷിയെ പറ്റി. ഓഗസ്തീനോസ് ചെറുപ്പകാലഘട്ടങ്ങളിൽ ബുദ്ധിമാനാണ്, പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ അഴുക്ക് ചാലുകളിലും സഞ്ചരിച്ച് അന്ധകാരപ്പെട്ടതാണ്. അങ്ങനെ മരണത്തിൻ്റെ താഴ്വയിൽ കൂടി നടന്നപ്പോൾ, ഒരു പൂന്തോട്ടത്തിൽ കൂടി നടന്നു പോയപ്പോൾ, ഒരു കൊച്ചിൻ്റെ നേർത്ത ശബ്ദം: ഓഗസ്റ്റീൻ, നീ ബൈബിൾ എടുത്ത് വായിക്കുകയെന്ന്. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയ വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 13-ന്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. പകലിലെന്ന പോലെ മാന്യമായി നടക്കുക, വെറിക്കൂത്തുകളാലും മദ്യപാനത്താലുമല്ല, സൈനമോഹങ്ങളാലും അശുദ്ധ ചിന്തകളാലുമല്ല, വഴക്കിനാലും അസൂയാലുമല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന് ഈ ദൈവവാക്യം ആ മനുഷ്യനെ ചെളിക്കുഴിയിൽ നിന്നും, പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റി വിശുദ്ധനായ ഓഗസ്തീനോസായി മാറ്റി. ഓഗസ്റ്റിനെ ആയുധമൂലം കോടാനുകോടി ജനതകൾ താൻ ജീവിച്ചിരുന്നപ്പോഴും തൻ്റെ എഴുത്തുമൂലവും ബുക്കുമൂലവും മരിച്ചിട്ടും മധ്യസ്ഥനായിരുന്നതുകൊണ്ട് അനേക ലക്ഷങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിമോചിതരാക്കുവാനുള്ള സുവിശേഷീകരണത്തിൻ്റെ വലിയ മിഷണറിയായി തീർന്ന അനുഭവം. നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, മഹാദൈവമേ, നീ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ദൈവമക്കളെ വിമോചിക്കുകയും കുരുടരായ മനുഷ്യന് കൃഷ്ണമണിയെ വെച്ചു കൊടുക്കുകയും ചെയ്ത സൃഷ്ടികർത്താവാണ്. ഇനി വചനം കേൾക്കുന്ന നിന്റെ മക്കളിലെല്ലാം യേശുവേ, നിന്റെ സൗഖ്യത്തിൻ്റെയും
വിമോചനത്തിൻ്റെയും ദൈവവചനങ്ങൾ അവർക്ക് മോചനത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു എന്ന മഹാദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.